നമസ്കാരം. വി ദ പീപ്പിളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വി ദ പീപ്പിൾ ആരംഭിക്കുമ്പോൾ ഞങ്ങൾക്ക് മുമ്പിൽ വിഷയങ്ങളുടെ വിഷയമായി നിൽക്കുന്നത് വടകരയാണ്. വടകര മോഡൽ എന്ന ഒരു പദം നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിലുണ്ട്. അതെന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോഴിതാ പുതിയ ഒരു വടകര മോഡൽ ഉണ്ടായിരിക്കുന്നു. കക്ഷി രാഷ്ട്രീയത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി എന്തും കാണിക്കാം. എന്തു കാണിച്ചാലും അതൊക്കെ ന്യായീകരിക്കാനും സാധൂകരിക്കാനും കഴിയും എന്ന തരത്തിലുള്ള ഒരു പ്രവണത ശക്തമായി വരികയാണ്. ഈ തലത്തിൽ വേണം വടകര എന്ന വിഷയം ചർച്ച ചെയ്യാൻ എന്ന് ഞങ്ങൾ കരുതുന്നു. വടകര പ്രശ്നം ഇപ്പോൾ ഏറ്റവും അവസാനം എത്തി നിൽക്കുന്നത് RMP നേതാവ് KS ഹരിഹരൻ കഴിഞ്ഞ ദിവസം ശൈലജ ടീച്ചർക്കും ഒപ്പം തന്നെ മഞ്ജു വാര്യർക്കും എതിരെ നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശം RMP ന്യായീകരിക്കുന്നൊരു നിലയിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ്. ഹരിഹരന് പറ്റിയത് നാക്കുപിഴയാണെന്ന് RMP ജനറൽ സെക്രട്ടറി N വേണു ഇന്ന് വാർത്താസമ്മേളനത്തിൽ ആധികാരികമായി തന്നെ പറയുകയും എടുക്കുകയും ചെയ്തിരിക്കുന്നു. ഈ വിഷയമാണ് ഞങ്ങളിന്ന് ചർച്ച ചെയ്യുന്നത്. നീലിമ, എന്താണ് നീലിമയിൽ നിന്ന് തന്നെ ഈ ചർച്ച തുടങ്ങാൻ ആഗ്രഹിക്കുന്നു, എന്താണ് പറയാനുള്ളത്? ഈ വടകര തെരഞ്ഞെടുപ്പിൽ വടകര മോഡൽ എന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് രണ്ട് ഘടകങ്ങളെ ആസ്പദമാക്കിയാണ്. ഒന്ന് വർഗീയത, മറ്റൊന്ന് കടുത്ത സ്ത്രീവിരുദ്ധത. ഇത് രണ്ടും കൂടിക്കലർന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ് വടകരയിൽ കഴിഞ്ഞുപോയത്. നോക്കൂ, വടകരയിലെ LDF സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഒരു സാധാരണ സ്ഥാനാർത്ഥിയല്ല. നിപ്പയുടെ ഭീതി നിറഞ്ഞ കാലത്ത്, കോവിഡിൻ്റെ കാലത്ത് സ്വന്തം ജീവൻ മറന്നും കേരളക്കരയ്ക്ക് താങ്ങായി നമ്മുടെ ഒപ്പം നിന്ന ജനകീയ നേതാവാണ് KK ശൈലജ ടീച്ചർ. കേരളത്തിൻ്റെ ഒരു പെരുമ, കേരളത്തിൻ്റെ ജനകീയ ആരോഗ്യ സംവിധാനത്തിൻ്റെ ഒരു പെരുമ ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ച ആരോഗ്യ വകുപ്പ് മന്ത്രി കൂടിയാണ് KK ശൈലജ ടീച്ചർ. ഒട്ടേറെ അത്തരത്തിൽ പുരസ്കാരങ്ങൾ അവരെ തേടിയെത്തി, ഇൻ്റർനാഷണൽ ബഹുമതികൾ തേടിയെത്തി. അങ്ങനെയൊരു സ്ഥാനാർത്ഥിയാണ് വടകരയിൽ LDFിനെ പ്രതിനിധീകരിച്ച് അവിടെ മത്സരിക്കാൻ ചെല്ലുന്നത്. സ്വാഭാവികമായും ഈ 68 വയസ്സായ ഒരു സ്ത്രീയോട്, ഒരു 68 വയസ്സ് എന്നുള്ളത് ഒരിക്കലും ഒരു പ്രസക്തമായ കാര്യമല്ല, ഒരു സ്ത്രീയോട് എങ്ങനെ മോശമായി പെരുമാറാമോ അങ്ങേ അറ്റം നിന്നുകൊണ്ടുള്ള മോശമായ പരാമർശങ്ങളാണ് വടകരയിൽ നമ്മൾ കണ്ടത്. ടീച്ചറെക്കുറിച്ച് അശ്ലീല പരാമർശങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുക, അതുപോലെ വർഗീയമായി ഈ വ്യാജ വീഡിയോകൾ സൃഷ്ടിച്ചുകൊണ്ട് ഒരു വിഭാഗത്തെ LDFിൽ നിന്ന്, അതുപോലെ ശൈലജ ടീച്ചറിൽ നിന്ന് അന്യമാക്കി നിർത്താനുള്ള ബോധപൂർവമായ ശ്രമം അവിടെ വളരെ കൃത്യമായി വടകര മണ്ഡലത്തിൽ നടന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്നത് KS ഹരിഹരൻ എന്ന് പറയുന്ന ആൾ നടത്തിയ ഈ പരാമർശമാണ്. ഇതൊരു സ്ത്രീവിരുദ്ധ പരാമർശമല്ല, കൃത്യമായി അശ്ലീലം നിറഞ്ഞ പരാമർശം. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത എന്ന് പറയുന്നത്, KS ഹരിഹരൻ അവിടെ പ്രസംഗിക്കുമ്പോൾ ആ വേദിയിൽ ഉണ്ടായിരുന്നത് കേരളത്തിൻ്റെ സമാരാധ്യനായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, അവിടുത്തെ UDF സ്ഥാനാർത്ഥിയായിരുന്ന ഷാഫി പറമ്പിൽ, വനിതാ MLA KK രമ, ഇവരുടെയൊക്കെ സാന്നിധ്യത്തിലാണ് ഇത്രയേറെ ആഭാസകരമായ ഒരു പരാമർശം അവിടെ ഹരിഹരൻ നടത്തുന്നത്. അപ്പോൾ നോക്കൂ, കൈയടിച്ച് കുലുങ്ങി ചിരിച്ചുകൊണ്ട് ഈ പ്രസ്താവനയെ സ്വാഗതം ചെയ്തവരാണ്. ഇത് നേരെ തിരിഞ്ഞു വന്നപ്പോൾ ഹരിഹരൻ ഇത്തരത്തിൽ ആ ഒരു പരാമർശം മറ്റൊന്നും വിചാരിച്ചുകൊണ്ടല്ല എന്നൊക്കെ പറഞ്ഞതിനെ ലഘൂകരിക്കാൻ ശ്രമിക്കുന്നത്. ആ വേദിയിൽ തിരുത്തേണ്ടവർ തിരുത്താതെ പ്രതിപക്ഷ നേതാവിന് വളരെ കൃത്യമായി പറയാമായിരുന്നല്ലോ. ഇതിൽ ശൈലജ ടീച്ചർ മാത്രമല്ല, മഞ്ജു വാര്യരെ കൂടി വലിച്ചിഴച്ചുകൊണ്ട് അശ്ലീല പരാമർശം നടത്തിയപ്പോൾ ഇത് പാടില്ല, ഇത് പരസ്യമായി വിലക്കിയിരുന്നെങ്കിൽ ഇങ്ങനെയൊരു ഗതികേട് UDFിന് വന്നു ചേരുമായിരുന്നു. എനിക്ക് തോന്നുന്നു രാജേന്ദ്രൻ ദേശീയ രാഷ്ട്രീയം വളരെ കാര്യമായി ശ്രദ്ധിക്കുന്ന ഒരാളാണ്. രാജേന്ദ്രൻ, സമാനമായ സന്ദർഭങ്ങൾ നമ്മുടെ രാജ്യത്ത് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷി മാതൃകാപരമായി ഇത്തരമൊരു സന്ദർഭത്തെ അഭിമുഖീകരിച്ചിട്ടുണ്ടോ? അങ്ങനെയൊരു മാതൃക നമ്മുടെ മുമ്പിലുണ്ടോ? ഉണ്ടെങ്കിൽ കേരളത്തിലെ ഇപ്പോഴത്തെ ഈ പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ ആരോപണ വിധേയരായ രാഷ്ട്രീയ കക്ഷിക്കും രാഷ്ട്രീയ ചേരിക്കും അത് വഴിവിളക്കാവുമോ? ചൂണ്ടിക്കാണിക്കാനുണ്ടോ രാജേന്ദ്രൻ? നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ഉദാഹരണം പറഞ്ഞാൽ പശ്ചിമ ബംഗാളിലെ CPMൻ്റെ അവിടുത്തെ വലിയ ജനകീയനായ ഒരു നേതാവുണ്ടായിരുന്നു, അനിൽ ബസു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അനിൽ ബസു 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏതാണ്ട് 9 ലക്ഷം വോട്ടുകളുടെ ആരംഭാഗ് മണ്ഡലത്തിൽ നിന്നും ജയിച്ച ഒരു CPMൻ്റെ MP ആയിരുന്നു. ഈ നമ്മൾ തിരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ 2ാം സ്ഥാനത്താണ്, ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം പ്രീതമുണ്ട്, 2ാം സ്ഥാനത്താണ് ഈ നേതാവ് നിൽക്കുന്നത്. അപ്പോൾ ആ നേതാവ് 2011 ബംഗാളിൽ ഭരണമാറ്റമുണ്ടായി.
മമതാ ബാനർജി അധികാരത്തിൽ വന്നു. അതിനുശേഷം CPMകാർക്കെതിരെ അവിടെ വലിയ രീതിയിലുള്ള കൂട്ടക്കൊലകൾ നടന്നു. പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നു. ആ ഘട്ടത്തിൽ അനിൽ ബസു ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിനകത്ത് മമതാ ബാനർജിക്കെതിരെ വളരെ ആഭാസകരമായ കാര്യങ്ങളുണ്ടായിരുന്നു, പരാമർശമുണ്ടായിരുന്നു. ഈ പരാമർശം എന്ന് പറഞ്ഞാൽ അതൊരു നാക്കുപിഴയായിട്ട് ഇപ്പോൾ ഇവിടെ ഈ എന്താണോ ഹരിഹരൻ പറയുന്നത് അതുപോലെ ഉള്ളൊരു പരാമർശം. അദ്ദേഹത്തിൻ്റെ ഒരു ന്യായീകരണം പറഞ്ഞത് നാക്കുപിഴയാണ് എന്നായിരുന്നു. പക്ഷേ ഇത് വളരെ ഗൗരവമായ രീതിയിൽ CPMൻ്റെ നേതൃത്വം കാണുകയും അതിനെപ്പറ്റി വിശദമായ അന്വേഷണം നടത്തുകയും ചെയ്തു. മാത്രമല്ല ആ നേതാവിനെ CPMൽ നിന്ന് പുറത്താക്കി. അപ്പോൾ അന്ന് പലരും തന്നെ ചൂണ്ടിക്കാണിച്ചൊരു വസ്തുത, ഈ ആ സമയത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, CPMന് ഒരു 34 വർഷത്തിന് ശേഷം ഭരണം നഷ്ടപ്പെടുന്നു, പുതിയ ഭരണം വരുന്നു. CPM ഏറ്റവും വലിയ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഈ ബംഗാളിലെ മാധ്യമപ്രവർത്തകർ വരെ ചൂണ്ടിക്കാണിച്ചിരുന്ന വസ്തുത എന്നാൽ ഇത്രയും ജനകീയനായൊരു നേതാവിനെ ഈ പാർട്ടിയിൽ നിന്നും പുറത്താക്കാൻ മാത്രം വലിയൊരു കുറ്റമാണോ അദ്ദേഹം ചെയ്തത്? ആ രീതിയിൽ ചോദ്യമാണ് ഉന്നയിച്ചത്. അപ്പോൾ അതിനന്ന് ഈ ബിപിൻ ബസു എല്ലാം നൽകിയൊരു മറുപടി എന്ന് പറയുന്നത് ഇതുപോലൊരു പ്രസ്താവന, അത് പ്രസ്താവന ശരിയാണ്, ഞങ്ങളുടെ നമ്പർ 1 ശത്രുവായ മമതാ ബാനർജിക്കെതിരെയാണ്. പക്ഷേ ഈ രാഷ്ട്രീയമായാണ് നമ്മൾ വിഷയങ്ങൾ നേരിടേണ്ടത്. ഒരിക്കലും തന്നെ സ്ത്രീത്വത്തെ അവഹേളിക്കരുത്. അതിനുള്ള ഒരു വസ്തുവല്ല സ്ത്രീ. പക്ഷേ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളൊന്ന് താരതമ്യം ചെയ്ത് നോക്കുക. എത്ര വർഷം മുമ്പാണ് നമ്മുടെ പൊതുബോധം ഇത്തരത്തിൽ അല്ലെ സ്ത്രീപക്ഷ നിലപാടുകൾ എടുത്തു തുടങ്ങുന്നതിനൊക്കെ മുമ്പാണ് ഒരു രാഷ്ട്രീയ കക്ഷിക്ക് ഇതുപോലൊരു വലിയ നേതാവിനെതിരെ, ഇതിഹാസം സൃഷ്ടിച്ച ഒരു നേതാവിനെതിരെ ഇങ്ങനൊരു നടപടി എടുക്കാൻ കഴിയുന്നത്. ഇത്തരത്തിലല്ലെങ്കിൽ പോലും ഇതിൻ്റെ ഏതെങ്കിലും കുറഞ്ഞ മാത്രയിലുള്ള ശിക്ഷാ നടപടികളിലേക്കെങ്കിലും RMP പോകേണ്ട ഒരു സന്ദർഭത്തിലാണ് ഖേദം പ്രകടിപ്പിച്ചു, ആ അധ്യായം കഴിഞ്ഞു, ഇനി അതിൽ വിവാദമില്ല എന്നൊരു നിലപാട് RMPയുടെ ഏറ്റവും വലിയ നേതാവ് KK രമ എടുക്കുന്നത്. ഒപ്പം തന്നെ അവരുടെ ജനറൽ സെക്രട്ടറി തന്നെ അതൊരു നാക്കുപിഴയാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നത്. എന്താണ് ഈ നാക്കുപിഴ? നാക്കുപിഴ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരാളുടെ ഇനീഷ്യൽ പറയുമ്പോൾ ഒന്ന് തെറ്റിപ്പോകുന്നു. MT വാസുദേവൻ നായർ എന്ന് പറയേണ്ടടുത്ത് മറ്റൊരു എഴുത്തുകാരൻ്റെ പേര് പറഞ്ഞു പോകുന്നു. പെട്ടെന്ന് ഒരു പുസ്തകത്തിൻ്റെ പേര് പറയുമ്പോൾ എഴുത്തുകാരൻ്റെ പേര് തെറ്റിപ്പോകുന്നു. അത്തരത്തിലൊക്കെ ഓർമ്മപ്പശ കൊണ്ടുവരുന്ന നാക്കുപിഴകളുണ്ടാകാം. ഇതല്ല, ഇതൊരു വാക്കല്ല, ഒരു പരാമർശം തന്നെയാണ്, ഒരു കൽപ്പന തന്നെയാണ്. രണ്ട് ദൃശ്യങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ, 2 അശ്ലീല ദൃശ്യങ്ങൾ ഉണർത്തുന്ന, കയ്യടിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു പ്രസംഗ ഖണ്ഡം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അത് നാക്കുപിഴയുടെ വകുപ്പിൽ എഴുതാനും അതിന് മാപ്പ് കൊടുക്കൂ എന്ന് പറയാനും എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ കക്ഷിക്ക് കഴിയുക? അത് വിപ്ലവ മാർക്സിസ്റ്റ് കക്ഷി എന്ന് അവകാശപ്പെടുന്ന, പേരുകൊണ്ട് അവകാശപ്പെടുന്ന ഒരു രാഷ്ട്രീയ കക്ഷിക്ക് എങ്ങനെയാണ് കഴിയുക? 2024 അതെങ്ങനെയാണ് കഴിയുക എന്ന് കേരളം ചിന്തിക്കേണ്ടതാണ്. സിജു, അതല്ല NPC ഇതിനകത്ത് പറഞ്ഞത് നാക്കുപിഴയെന്നോ KS ഹരിഹരൻ എന്ന് പറയുന്ന വ്യക്തിയുടെയോ RMP എന്ന് പറയുന്ന പാർട്ടിയുടെയോ മാത്രം അഭിപ്രായമായി നമ്മൾ ചുരുക്കി കാണേണ്ടതില്ല. ഇത് ഈ വടകരയെക്കുറിച്ച് നമ്മൾ ചർച്ച തുടങ്ങിയ വടകര മോഡലിനെ കുറിച്ചാണ് NPC പറഞ്ഞത്. വടകര മോഡൽ കേരള രാഷ്ട്രീയത്തിൽ വിവിധ വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചൊരു പ്രദേശമാണ്. പഴയ കോലിബീഡ വടകര മോഡൽ നമ്മുടെ മുന്നിൽ ഓർമ്മയുണ്ട്. ഒരുപക്ഷെ ഇത് തിരിച്ചു പറയേണ്ടത് ഈ വടകരക്കാർക്ക് തലവേദനയായി മാറുന്ന ഒരു മുന്നണിയും സംവിധാനമാണിതെന്ന് പറയേണ്ടി വരും. കാരണം എല്ലാ പ്രാവശ്യത്തിലും ഈ വടകര എന്ന് പറയുന്ന പേര് തന്നെ കയറി വരികയാണ്. ഇവിടെ സംഭവിച്ചത് എന്താണ്? നാക്കുപിഴയല്ല, അതൊരു ബോധ്യത്തിൻ്റെ പ്രശ്നമാണ്, ഒരു രാഷ്ട്രീയ ബോധ്യത്തിൻ്റെ പ്രശ്നമാണ്, സ്ത്രീ സമത്വത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്. വെറുതെ അങ്ങ് ശൈല ടീച്ചർ അങ്ങനെ പറഞ്ഞു പോവുകയല്ല. അത് അദ്ദേഹത്തിന് പറ്റിയ പോലെ നാക്കുപിഴ അല്ല. അത് അയാളും ആ KS ഹരിഹരൻ എന്ന് പറയുന്ന ആളും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനവും അദ്ദേഹം ആ പാർട്ടി ഉൾപ്പെടുന്ന മുന്നണിയുടെയും ബോധ്യമാണ് ഈ പ്രശ്നം. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ഒരു കാലത്തെക്കുറിച്ചാണ്. സ്ത്രീ വിമോചനത്തെക്കുറിച്ച് പറയുന്നതാണ്. പുരുഷാധിപത്യ കാഴ്ചപ്പാടുകളെ പൊളിച്ചു നീക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ നടത്തുന്ന ശ്രമങ്ങളുണ്ട്, പുരോഗമന പ്രസ്ഥാനങ്ങൾ നടത്തുന്ന ശ്രമങ്ങളുണ്ട്. അതിനെല്ലാം ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലുള്ള ഒരു മുന്നണി മ്ലേച്ഛമായിട്ടല്ലേ ഇരുന്ന്. അതിലേറ്റവും എന്നെ അലസരപ്പെടുത്തി വേറൊന്നുമല്ല, ഈ നേതാക്കൾ അടക്കം അവരെന്നെ ചിരിക്കായിരുന്നു. ആ പരിഹാസ ചിരിയാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത്. KS ഹരിഹരൻ പറഞ്ഞതല്ല, ഒരു മുന്നണിയിലെ നേതാക്കൾ ഉൾപ്പെടെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് അടക്കം അവിടെ വടകരയിലെ സ്ഥാനാർത്ഥിയായിരുന്ന ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവർ ചിരിക്കായിരുന്നു എന്ന് പറയുമ്പോൾ കേരളത്തോട് നോക്കിയുള്ള ചിരിയാണ്. ഇവിടെ സ്ത്രീവിരുദ്ധത അവരുടെ മുഖമുദ്ര അത് തന്നെയാണ്, അവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം അത് തന്നെയാണ്. പിന്നെ ഇന്നലെ ഈ പരിപാടിയെ സംഘടിപ്പിച്ച് നോക്കണം, എന്താ CPMൻ്റെ വർഗീയ നിലപാടുകൾക്കെതിരെ ഉള്ള കൂട്ടായ്മ എന്നൊക്കെ പറഞ്ഞാണ്. അതാണ് ഏറ്റവും രസകരമായ വസ്തുത. ഇതാണ് ഈ പരിശോധിക്കേണ്ട സാധനം എന്ന് പറഞ്ഞാൽ, ഇവർ ഈ ഒരു വിഷയത്തോട് കൂടി ചെറിയൊരു വിഷയമല്ല, ഇവരെന്താണ് സ്ത്രീകളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ്,
ഇവരുടെ ആൺനോട്ടം ഇങ്ങനെയാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതൊരു ചെറിയ വിഷയമായിട്ട് എനിക്ക് തോന്നി ചർച്ചകൾ ഇനിയും തുടരേണ്ടതുണ്ടെന്നുള്ളതാണ്. ഇതാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട്. സ്ത്രീപക്ഷ കാഴ്ചപ്പാട് ഇവരുടെ ഇതാണ്. സ്ത്രീയുടെ ശരീരം എന്ന് പറഞ്ഞാൽ പുരുഷൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും പുരുഷൻ്റെ കാഴ്ചയ്ക്കും വേണ്ടി ഉള്ളതാണെന്ന് പറയുന്ന കാഴ്ചപ്പാടുണ്ട്. അത് നമ്മളിങ്ങനെ ഒരു നിരന്തരമായി ഇത് കളഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവരിത് വീണ്ടും നമ്മുടെ മുന്നിലേക്ക് മാലിന്യങ്ങൾ കൊണ്ടുവരുന്നു. ഒരു മാലിന്യം കൊണ്ടുവരുന്ന മുന്നണിയും രാഷ്ട്രീയ പാർട്ടി അതിൻ്റെ വിപ്ലവം എന്നൊക്കെ പറയേണ്ടി വരുന്നതുകൊണ്ട് എനിക്ക് NBC അങ്ങനെ പറഞ്ഞത് എനിക്ക് ഭയങ്കര വിയോജിപ്പുണ്ട്. ആരംഭിയോ എന്താ അവരുടെ പേരെങ്ങനെയാണ്? ആ പേര് ഞാൻ തർജ്ജമ ചെയ്യാം. അത് തന്നെ റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി. അത് എന്ത് റവല്യൂഷനാണ് അങ്ങനെ പറഞ്ഞവരെ റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി എന്നൊക്കെ പറയുന്നതിൻ്റെ അതിൻ്റെ ഔന്നത്യത്തെക്കുറിച്ച് നമുക്കൊക്കെ അറിയാം. അതൊക്കെ പറഞ്ഞ് ഈ പാർട്ടിയുടെ പേര് പറഞ്ഞുകൊണ്ട് ആ മഹത്തായ ആശയത്തെ കൂടി ഇല്ലാതാക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുമാത്രമല്ല, ഈ ഖേദത്തിൻ്റെ ഒരു 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 ലെവൽ എത്രമാത്രമുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഹരിഹരൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ഇത് നൽകിയിട്ടുള്ളത്. അതിനുശേഷം ആ ഫേസ്ബുക്കിൽ പിന്നീട് അദ്ദേഹം ഒന്നും ചെയ്തിട്ടുമില്ല. അത് ആ ദിവസം തന്നെയാണ്. ഇന്ന് വടകരയിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ അനുചിതമായൊരു പരാമർശം കടന്നു വന്നതായി സുഹൃത്തുക്കളും മാധ്യമപ്രവർത്തകരും എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. തെറ്റായ പരാമർശം നടത്തിയതിൽ നിർവ്യാജം ഖേദിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഒപ്പം തന്നെ ഇന്ന് തന്നെ പ്രതിപക്ഷ നേതാവ് ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത് പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണമെന്ന നിർദ്ദേശം ഹരിഹരൻ അംഗീകരിക്കുകയും ചെയ്തു. അതിനു മുമ്പ് പറയുന്നുണ്ട് UDFും RMPയും അങ്ങനെ ഒരു നിലപാടെടുത്തു. ആ നിർദ്ദേശം ഹരിഹരന് കൊടുത്തപ്പോൾ ഹരിഹരൻ അത് ചെയ്തു എന്നാണ് പറയുന്നത്. ഹരിഹരൻ തന്നെ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അത് പിൻവലിച്ചു എന്ന് അത് സുഹൃത്തുക്കളും മാധ്യമപ്രവർത്തകരുമൊക്കെയാണ്. ഇപ്പോൾ പറയുന്നു അത് രാഷ്ട്രീയ നിർദ്ദേശമനുസരിച്ച്, രാഷ്ട്രീയ കക്ഷിയുടെ നിർദ്ദേശമനുസരിച്ചും മുന്നണിയുടെ നിർദ്ദേശമനുസരിച്ചും ചെയ്തതാണെന്ന്. ഇത് ആത്മാർത്ഥതയുള്ള ഒരു ഖേദപ്രകടനമായിട്ട് കാണാൻ കഴിയുമോ എന്ന കാര്യവും ചർച്ച ചെയ്യേണ്ടതുണ്ട്, അല്ലേ രാജേന്ദ്രൻ? ഇതൊരിക്കലും തന്നെ ഈ ഹരിഹരൻ്റെ ആ ഒരു പ്രസ്താവനയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു വിഷയമല്ല. ഇതൊരു ട്രെൻഡാണ്. ട്രെൻഡെന്ന് പറഞ്ഞാൽ ഈ എതിരാളികളെ, പ്രത്യേകിച്ച് പുരോഗമന ചിന്താഗതിയെ ഇല്ലാതാക്കാനായി സ്ത്രീ വിരുദ്ധത പറയുക. അത് നമ്മൾ ഇപ്പോൾ ഹരിഹരൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ, UDFകാരുടെ, ഇവരുടെയൊക്കെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക ആരാധ്യ പുരുഷൻ എന്ന് പറഞ്ഞാൽ യദുവാണ്. നമ്മൾ കണ്ടതാണ് ആ ഒരു വിഷയത്തെ, ആ ഒരു എത്ര കടുത്ത സ്ത്രീ വിരുദ്ധമായ ഒരു വിഷയത്തെ അതിൻ്റെ എല്ലാ ഒരു ക്രിമിനൽ കുറ്റകൃത്യം ചെയ്ത ഒരു വ്യക്തിയെ വരെ ഒരു ആരാധ്യ പുരുഷനാക്കി ഇവരെല്ലാവരും ഉയർത്തി കാണിക്കുന്നു. അതിൻ്റെ ഒരു അടിസ്ഥാന ലക്ഷ്യം പറഞ്ഞാൽ അത് ഈ CPMനെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ, പുരോഗമന ചിന്ത ഇല്ലാതാക്കുക എന്നതാണ്. ഇത് ഇവിടെ മാത്രമല്ല, അത് ദേശീയ തലത്തിൽ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കത്വേല പെൺകുട്ടി അതിക്രൂരമായ ബലാത്സംഗത്തിനിരയായി. എന്നിട്ട് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ അതിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തപ്പോൾ ആ പ്രതികൾക്ക് വേണ്ടി BJP നേതാക്കന്മാരെല്ലാവരും അവിടെ വലിയ പ്രകടനം നടത്തി. അതുപോലെ ബിൽക്കിസ് ബാനു കേസിലെ ആ കൊടും കുറ്റവാളികളെ നമ്മുടെ നരേന്ദ്രമോദിയും ഗുജറാത്തിലെ BJP സർക്കാരും എല്ലാം കൂടി ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ 75ാം വാർഷികാഘോഷത്തിൻ്റെ ഒരു ആനുകൂല്യം നൽകിക്കൊണ്ട് ജയിലിൽ നിന്ന് മോചിപ്പിച്ചപ്പോൾ അതിനവിടുത്തെ പ്രമുഖരായൊരു BJP നേതാവ് പറഞ്ഞ വിശദീകരണം എന്തെന്നാൽ ആ കുറ്റവാളികളൊക്കെ ബ്രാഹ്മണരാണ്. ഈ ബ്രാഹ്മണർക്ക് എന്ത് ചെയ്യാം? ഈ ബലാത്സംഗമെല്ലാം ചെയ്യാം. ഈ രീതിയിൽ ഞാൻ പറഞ്ഞിട്ട് ഒരു സ്ത്രീ വിരുദ്ധതയുടെ അവര് ജയിൽ വിട്ട് ഇറങ്ങിയപ്പോൾ അതിന് മുമ്പിൽ ചെന്ന് മാലയിട്ട് സ്വീകരിക്കുന്നു. ആ ദൃശ്യം ഇപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്. അതാ ഞാൻ പറയുന്നത്. ഭാരവാഹിത്വത്തിലേക്ക് വരെ ഈ പ്രതികൾ എത്തിപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് തന്നെ അതെങ്ങനെ സുഭാഷിണി അലി അതിനെതിരെ സുപ്രീം കോടതിയിൽ പോയി നിയമപോരാട്ടം നടത്തി അതിൻ്റെ ഭാഗമായിട്ടാണ് വീണ്ടും അവർക്ക് ജയിലിൽ പോകേണ്ടി വന്നത്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതായത് സ്ത്രീ വിരുദ്ധത എന്നത് ലൈംഗികാധിക്ഷേപം, സ്ത്രീ വിരുദ്ധത, ഈ ബലാത്സംഗം ചെയ്യുക, അതുപോലെ ഈ അശ്ലീല ആംഗ്യം കാണിക്കുക, നമ്മുടെ KSRTCയിലെ ഡ്രൈവർ ഏതുമെല്ലാം ചെയ്ത് അശ്ലീല ആംഗ്യം കാണിക്കുക, ഇതൊക്കെ ഒരു രാഷ്ട്രീയ ആയുധമാണ്. ഇതിനകത്ത് ഇപ്പോൾ എന്തോ നമ്മുടെ ഈ മാധ്യമങ്ങളിൽ വന്നതിന് ശേഷം മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചു എന്നൊക്കെ പറയുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു വിഷയം ഇത് വലിയൊരു വാർത്തയാക്കുകയും ഇതിനകത്തെ ഈ സ്ത്രീ വിരുദ്ധത കണ്ടെത്തുകയും ആ വിഷയം ജനങ്ങളിൽ എത്തിക്കുകയും അതൊരു ചർച്ചാ വിഷയമാക്കുകയും അത് പ്രധാനപ്പെട്ട വിഷയമായി ഉയർത്തിക്കാണിക്കുകയും ചെയ്ത ആരാണ്? ഈ കൈരളി ന്യൂസാണ്. നമ്മൾ ഈ വിഷയം ഏറ്റെടുത്ത് നമ്മളിത് ചർച്ച ചെയ്തതിന് ശേഷം മറ്റു മാധ്യമങ്ങളല്ലാതെ ഏറ്റുപിടിക്കാൻ നിർബന്ധിതരായി. അങ്ങനെ ഈ ഒരു അജണ്ട വരുന്നത്. കാരണം ഇതൊക്കെ നമുക്കറിയാം. ഈ മറ്റു വിഷയത്തിൽ, മേയർക്കെതിരായ വിഷയത്തിൽ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളെടുത്ത സമീപനം എന്താണ്? അല്ല രാജേന്ദ്ര, ഈ വിഷയത്തിലോ KS ഹരിഹരന്റെ വിഷയത്തിൽ
കേരളത്തിൽ അറിയപ്പെടുന്ന മുതിർന്നൊരു വനിതാ മാധ്യമ പ്രവർത്തക കഴിഞ്ഞ ദിവസം ചർച്ചയിൽ നടത്തിയ കാര്യം ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? അതായത് CPM-ന്റെ പ്രതിനിധി കെ അനിൽകുമാർ സംസാരിക്കുകയാണ്, അഡ്വക്കേറ്റ് അനിൽകുമാർ സംസാരിക്കുകയാണ്. KS ഹരിഹരന്റെ അശ്ലീല പരാമർശത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് അവതാരക ഇടപെട്ടുകൊണ്ട് ആ ഒരു വിഷയം ചർച്ചയ്ക്ക് വരാൻ ബോധപൂർവമായ ശ്രമം നടത്തുകയാണ്. ഒടുവിൽ വീണ്ടും അനിൽകുമാർ ഇക്കാര്യം പറയുമ്പോൾ അനിൽകുമാറിന്റെ മൈക്ക് മ്യൂട്ട് ചെയ്യുന്ന അവസ്ഥയിലെത്തി. അത് ചെയ്തത് ഒരു വനിതാ മാധ്യമ പ്രവർത്തകയാണ്. അവിടെയാണ് ഈ വിരോധാഭാസം. ഇത് കേരളം കാണേണ്ടത്, ഇത് കേരളത്തെ എവിടേക്ക് എത്രമാത്രം പുറകോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രവണതയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്നാണ്. സ്ത്രീകൾ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ, സ്ത്രീകൾ എന്നൊക്കെ രംഗത്ത് വന്നിട്ടുണ്ടോ, നിലപാടെടുത്തിട്ടുണ്ടോ, അപ്പോഴൊക്കെ അവർ ദുർമന്ത്രവാദിനികൾ എന്ന് പറഞ്ഞ് വേട്ടയാടി കൊന്നിരുന്ന ഒരു കാലം ലോകത്തിൻ്റെ ചരിത്രത്തിലുണ്ട്. നമ്മുടെ നാട്ടിൽ പോലും പുരോഗമന നിലപാടുകൾ എടുത്തു വന്ന സ്ത്രീകളെ, അത് ഗൗരിയമ്മ മുതൽ ഉള്ളവരെ എത്ര ഹീനമായാണ് വേട്ടയാടിയത് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഗൗരിയമ്മയ്ക്ക് ഒക്കെ എതിരെ വിളിക്കപ്പെട്ട അശ്ലീല മുദ്രാവാക്യങ്ങൾ നമുക്കിവിടെ ഇതുപോലെ കുട്ടികൾ ഒക്കെ കേട്ടിരിക്കുന്ന ഒരു പരിപാടിയിൽ ഉദ്ധരിക്കാൻ പോലും കഴിയില്ല. അത്തരത്തിൽ അതൊക്കെ നേരിട്ട് കൊണ്ടാണ് ഗൗരിയമ്മയെ പോലുള്ളവരൊക്കെ സമൂഹത്തിൽ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. ആ പാരമ്പര്യം, ഗൗരിയമ്മയെ തെറിവിളിച്ചവരുടെ പാരമ്പര്യമാണ് ആറമ്പിക്കാരെ നയിക്കുന്നത് എന്ന് വരുന്നത് എന്തൊരു അശ്ലീലമായ കാഴ്ചയാണ്. കേരളം അത് കാണുന്നു. ഈ ഗൗരിയമ്മയൊക്കെ തെറിവിളിച്ചവരുടെ അവർ നയിക്കുന്ന സ്ഥിതിയിലേക്ക് കേരളം എത്തിപ്പെടാതിരിക്കണമെങ്കിൽ മാധ്യമങ്ങളും പൊതുജനങ്ങളും ഒക്കെ ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുക്കണം. ശൈലജ ടീച്ചറെ പോലെ ആദരണീയയായ ഒരു വ്യക്തിയെ, മഞ്ജു വാര്യരെ പോലെ ബഹുമാനിക്കേണ്ട ഒരു നടി എന്നതിൽ ഉപരി അവർ എടുത്ത നിലപാടുകളുണ്ട്. ആ നിലപാടുകളുള്ള ആ സ്ത്രീ വ്യക്തിത്വത്തെ ഇത്തരത്തിൽ ആക്രമിക്കുന്ന, ഇത്തരത്തിൽ വാക്കുകൾ കൊണ്ട് വസ്ത്രാക്ഷേപം ചെയ്യുന്ന ഒരു പരിപാടി കേരളത്തിൽ നടന്നു എന്നത് കേരളീയരെ നിലപാടെടുപ്പിക്കാൻ പ്രേരിപ്പിക്കണം എന്നത് ഞങ്ങൾക്ക് പറയാനുള്ളൊരു കാര്യമാണ്. ഇതിനകത്ത് ഇപ്പം ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കേരളത്തിൻ്റെ സ്ത്രീ മുന്നേറ്റ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ നമുക്കറിയാം, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് സ്ത്രീകളെ കൊണ്ടുവന്ന നവോത്ഥാന മുന്നേറ്റങ്ങളുടെ ഒരു ചരിത്രമാണ് കേരളത്തിനുള്ളത്. എവിടെ നിന്നാണോ കേരളം ഇന്ന് വരെ ഓടിയെത്തിയത് അവിടേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ഇവർ ബോധപൂർവ്വം ശ്രമം നടത്തുന്നു. ഇവർക്ക് പ്രധാന പ്രശ്നം സ്ത്രീകൾ ഈ അരങ്ങത്തേക്ക് വരാൻ അവർ ആഗ്രഹിക്കുന്നില്ല, അവർ കൊണ്ടുവരില്ല. അതിൻ്റെ ഭാഗമായി തന്നെയാണ് അവരെ ഏതൊക്കെ തരത്തിൽ ലൈംഗികമായി അധിക്ഷേപിക്കുക, വ്യക്തി അധിക്ഷേപം നടത്തുക. ഇത് പരാമർശിക്കുമ്പോൾ, ഈ വിഷയം സംസാരിക്കുമ്പോൾ നമ്മൾ വടകര കാലത്തെ തെരഞ്ഞെടുപ്പിൽ ശൈല ടീച്ചർ നേരിട്ട അധിക്ഷേപത്തെക്കുറിച്ച് പറയാതിരിക്കാനും പറ്റില്ല. ഏത് തരത്തിലുള്ള ഒരുപക്ഷെ നമ്മുടെ കേരള ചരിത്രം, ഈ ഗൗരിയമ്മ ആ കാലത്ത് നേരിട്ട അവരുടെ അശ്ലീല മുദ്രാവാക്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ട്. അതിനേക്കാൾ രൂക്ഷമായ തരത്തിൽ സൈബർ ഇടത്തെ ഉപയോഗിച്ചുകൊണ്ട് എത്ര മ്ലേച്ഛമായ രീതിയിലാണ് ശൈല ടീച്ചറെ ഇവർ അധിക്ഷേപിച്ചത്. വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ഈ സംഭവത്തോടുകൂടി ബോധ്യമായത് ഇത് അന്ന് ശൈല ടീച്ചർക്കെതിരെ വന്നത് ഏതെങ്കിലും ഒരു കോണിൽ നിന്ന് ആരെങ്കിലും ചെയ്തതല്ല. കൃത്യമായി ഇവർക്ക് അജണ്ട ഉണ്ടായിരുന്നു, ഇവരുടെ പ്ലാനാണ് അവിടെ നടപ്പിലായത്. അത് RMPക്ക് പങ്കുണ്ട്, അത് ഷാഫി പറമ്പിലിന് പങ്കുണ്ട്, അത് UDFന് പങ്കുണ്ട്, അത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ളവർക്ക് പങ്കുണ്ട്. അവർ എങ്ങനെ വ്യക്തി അധിക്ഷേപം നടത്തി, ലൈംഗിക അധിക്ഷേപം നടത്തി, ശൈല ടീച്ചർ എന്ന് പറയുന്ന കേരളത്തിൽ ആദരിക്കുന്ന ആ സ്ത്രീ നേതാവിനെ അധിക്ഷേപിച്ചുകൊണ്ട് അവരെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു രീതി മാത്രമാണ്. പക്ഷേ അവരുടെ അടിസ്ഥാനപരമായ കാഴ്ചപ്പാടാണ് സ്ത്രീവിരുദ്ധതയാണ്, പുരുഷാധിപത്യ കാഴ്ചപ്പാട് തന്നെയാണ് അവരെ നയിക്കുന്നത്. ഇതിനെതിരെ തീർച്ചയായിട്ടും അതിൽ ഈ പറയുന്ന പോലെ മാധ്യമങ്ങളെടുത്ത ഒരു പങ്ക്, ഈ യദുവും ഹരിഹരന്മാരും ഒക്കെ ആണിപ്പോൾ കൂടുതൽ ആഘോഷിക്കപ്പെടുന്നത്. മാധ്യമങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഈ മാധ്യമങ്ങൾ എടുക്കുന്ന ഇത്തരത്തിൽ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാടിനെ കൂടി നമ്മൾ ഇന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതിനെ കൃത്യമായി വിമർശിക്കുകയും വേണം. അതുകൊണ്ട് UDFന്റെ ഈ കാഴ്ചപ്പാട് തന്നെയാണ് അവർ ഓരോ അവസരങ്ങളിലും ഇങ്ങനെ വെളിവാക്കിക്കൊണ്ടിരിക്കുക. ഒപ്പം തന്നെ ഇതിൽ ഒരു ഖേദപ്രകടനത്തിൽ കാര്യങ്ങൾ അവസാനിക്കുന്നില്ല എന്ന് CPIM-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനൻ മാഷ് പറയുകയുണ്ടായി. അതിന് പിന്നാലെ ഹരിഹരൻ്റെ വീട്ടിലേക്ക് പടക്കം എറിയപ്പെടുന്നു. 2 പേര് ബൈക്കിൽ വന്ന്, 2 പേരോ 3 പേരോ ബൈക്കിൽ 3 പേർക്കെതിരെയാണ് കേസ്, പടക്കം എറിയുന്നു. അത് ആദ്യം ബോംബെറിഞ്ഞ രീതിയിലാണ് പടക്കം എറിയുന്നു. അതിൽ 1-ാം പ്രതി P. മോഹനനാണ് ഈ പരാമർശം നടത്തിയത് കൊണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് അടക്കം പറയുന്ന സ്ഥിതി വരുന്നു. എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ഒരു സംഭവം നടന്നാൽ ഒരു ഖേദപ്രകടനത്തിൽ കാര്യം അവസാനിക്കുന്നില്ല, അതിൻ്റെ അപ്പുറത്തേക്ക് അത് പോകുന്നുണ്ട് എന്നൊരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞാൽ അയാളെ കുറ്റവാളിയാക്കി കളയും, അയാളെ വേട്ടയാടി കളയും എന്ന ഒരു ഭീഷണി പോലും ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇങ്ങനെ
പറഞ്ഞു കഴിഞ്ഞാൽ അതേക്കുറിച്ച് മിണ്ടരുത്, അഭിപ്രായം പറയരുത്. അത് ഞങ്ങൾ പറയും, ഞങ്ങൾ നിർത്തിയെടുത്ത് അത് ഖേദമാവട്ടെ, മാപ്പാവട്ടെ, നിഷേധമാവട്ടെ അവിടെ വെച്ച് അവസാനിപ്പിച്ചു കൊടുക്കുക എന്ന നിലപാടിലേക്കാണ് ഇവിടുത്തെ രാഷ്ട്രീയം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിഷയം അറിഞ്ഞപ്പോൾ ഈ ഹരിഹരൻ്റെ ഈ ഒരു പ്രസ്താവനയും ഇതുണ്ടാക്കിയ ആ എല്ലാ കോലാഹലങ്ങളും പ്രതിഷേധങ്ങളും അറിഞ്ഞപ്പോൾ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഗവേഷണം എന്തെന്നാൽ നേരത്തെ CPIM നേതാക്കന്മാരാരെങ്കിലും സമാനമായി എന്തെങ്കിലും നടത്തി, എന്നിട്ട് ഈ ചർച്ചകളിലെല്ലാം ഇതാണ് ചർച്ചകളിൽ അവരുടെ വിഷയം ഈ ഹരിഹരൻ ഉന്നയിച്ച വിഷയമോ ഇതുണ്ടാക്കിയ പ്രതിഷേധം ഇതൊന്നുമല്ല വിഷയം, മറിച്ച് പണ്ട് ഇങ്ങനെയെല്ലാം സംഭവിച്ചിട്ടുണ്ടല്ലോ അതിനെപ്പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. അതിനെപ്പറ്റി ചർച്ച ചെയ്യുക, എന്നിട്ട് ആ ചർച്ചയുടെ ആ ഒരു വെളിച്ചത്തിൽ ഇതിനെ അങ്ങോട്ട് ലഘൂകരിക്കുക. പക്ഷേ ഈ ചർച്ച ചെയ്യുന്ന ആൾക്കാരൊന്നും തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2011 ഈ മമതാ ബാനർജിക്കെതിരെ CPIMൻ്റെ പ്രമുഖനും ജനകീയനും ശക്തനുമായൊരു നേതാവ് ഈ അനിൽ ബസു ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയപ്പോൾ CPIM എന്ന പാർട്ടി അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയാണ് പ്രതികരിച്ചത്. ഈ ഒരു വിഷയം ഈ ഗവേഷകർക്കൊന്നും അറിയില്ല, മറിച്ച് ഈ ഘട്ടത്തിൽ പ്രതിസന്ധിയിലായിരിക്കുന്ന UDFന് അവർക്ക് വേണ്ട ന്യായീകരണങ്ങൾ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഈ ഒരു പരാമർശം എന്നത് ഈ ഹരിഹരൻ്റെ ഈ ഒരു പ്രസ്താവന എന്നത് മനോരമ പത്രത്തിൻ്റെയൊക്കെ ഉൾപേജിലെ ഒരു വാർത്ത വന്നപ്പോൾ ഒരു സമയം, അതായത് ഈ അശ്ലീല പരാമർശം നടത്തിയ വാർത്ത വളരെ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടാതിരിക്കുകയും ഈ വീടിന്റെ പുറത്ത് പടക്കം വൻ പ്രാധാന്യത്തോടെ നൽകുകയും ചെയ്തു. RMP നേതാവിന്റെ വീട് ആക്രമിച്ചു എന്നുള്ള രീതിയിലൊക്കെ വലിയ തലക്കെട്ടോടുകൂടി വാർത്തകൾ നൽകുന്ന ഒരു സമീപനമാണ് മാധ്യമങ്ങളുടെ ഭാഗത്ത്. ഒരു കാലത്ത് അതൊക്കെ നടക്കുമായിരുന്നു. ഒരു കാലത്ത് ഈ മനോരമയുടെയും മാതൃഭൂമിയുടെയും എല്ലാം ഇത്തരം ഏഷ്യാനെറ്റിൻ്റെ ഇത്തരം അജണ്ടകളെല്ലാം നടക്കുമായിരുന്നു. പക്ഷെ ആ കാലം കഴിഞ്ഞു. കാരണം ഇന്ന് ഇത്തരം കാര്യങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോൾ നമ്മുടെ കൈരളി, ഞാൻ വിശ്വസിക്കുന്നു കൈരളി ചാനൽ ഇപ്പോൾ ആ ഒരു വിഷയം ഏറ്റെടുത്തില്ലായിരുന്നു എന്ന് കരുതുന്നു. ഒരുപക്ഷെ ഇങ്ങനെ ഒരു വിഷയം തന്നെ ഉണ്ടാകുമായിരുന്നു, ചർച്ച ചെയ്യപ്പെടുമായിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റ് മാധ്യമങ്ങളാവട്ടെ ഈ വിഷയം ഏറ്റെടുക്കുന്നുണ്ട് എന്നൊരു ധാരണ സൃഷ്ടിച്ച് ഇവർക്ക് UDFനും RMPക്കാർക്കും ഹരിഹരനുമെല്ലാം എന്താണ് പ്രതിരോധിക്കാൻ വേണ്ടത് അതിനെപ്പറ്റിയുള്ള ഗവേഷണം നടത്തി അത് അവർക്ക് ഇട്ടുകൊടുക്കുക. ആ ഗവേഷണമാണ് നടത്തുന്നത്. ഇത് അടിസ്ഥാനപരമായിട്ട് UDF ആയാലും LDF ആയാലും BJP ആയാലും ഏത് പാർട്ടി ആയാലും അടിസ്ഥാനപരമായി ഇതൊരു സ്ത്രീത്വം നേടുന്നൊരു വിഷയമാണ്. നമ്മളതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു സ്ത്രീകളാണ് ഇവിടെ ഇങ്ങനെ വളരെ മോശമായ രീതിയിൽ ആക്ഷേപിക്കപ്പെടുന്നത്. ആ യാഥാർത്ഥ്യം ഈ എല്ലാ രാഷ്ട്രീയത്തിലും ഉപരിയായി ഉൾക്കൊള്ളാൻ എല്ലാവരും തയ്യാറാണ്. വി ദ പീപ്പിളിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ ഈ പ്രശ്നത്തിൽ ഒരു പക്ഷത്തിന് വേണ്ടി നടത്തുന്ന വലിയ പ്രചാരവേല അതിനെ അതിജീവിക്കണമെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ചെറിയ പരിപാടിയിലൂടെ വയ്ക്കുന്ന ചില അഭിപ്രായങ്ങൾക്കപ്പുറം സാമൂഹ്യ മാധ്യമങ്ങളിൽ ജനങ്ങൾ വയ്ക്കുന്ന അഭിപ്രായങ്ങൾക്കപ്പുറം ജനങ്ങളാകെ തന്നെ ഇതൊരു ചർച്ചയാക്കി എടുക്കണം. ഞങ്ങളുടെ നാട്ടിലെ സ്ത്രീകളെ, രംഗത്ത് വരുന്ന സ്ത്രീകളെ ഇങ്ങനെ ആക്ഷേപിക്കാൻ ആവില്ല എന്ന് വിളിച്ചു പറയുന്നതിനോടൊപ്പം തന്നെ വടകര മോഡൽ എന്ന് പറയുന്ന പ്രചാരണ ശൈലി ഉയർത്തുന്ന അപകടങ്ങൾ ഞങ്ങൾ കാണുന്നു. ഞങ്ങളുടെ നാട്ടിലെ രാഷ്ട്രീയത്തെ അത്തരം പ്രചാരണ ശൈലിയുടെ അപകടത്തിൽ നിന്ന് ഞങ്ങൾ മോചിപ്പിക്കും എന്ന് ജനങ്ങൾ പ്രതിജ്ഞ ചെയ്യേണ്ട ദിവസങ്ങളാണ് കടന്നു പോകുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വി ദ പീപ്പിളിൻ്റെ ഈ ലക്കം ഇവിടെ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.